വെൽക്കം ടു എഡിനായ അക്കാഡമി. എഡിനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KDRB കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതാണ് പുതിയ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ്. നേരത്തെ മുൻപ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ നടത്തണം. ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ മുമ്പായിട്ട് യൂസർ മാനുവൽ ചെക്ക് ചെയ്യാം. ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്. എൻ്റർ യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ OTP വരുന്നതാണ്. യൂസർ മാനുവൽ ചെക്ക് ചെയ്യാം. ഓൺലൈൻ റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, യൂസർ മാനുവൽ, PDF വെബ്സൈറ്റ് ലഭ്യമാണ്, അത് നമുക്ക് നോക്കാവുന്നതാണ്. കാൻഡിഡേറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ. ഇന്റർനെറ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് അഡ്രസ് ബാറിൽ https://kdrb.kerala.gov.in എന്ന അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താം. തുടർന്ന് അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ അപ്ലൈ ഓൺലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത പേജായിട്ടുള്ള ഇതിലേക്ക് വരുന്നതാണ്. റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ്. ഇതിലെ പുതിയ രജിസ്ട്രേഷൻ നടത്തേണ്ട ഒരു ന്യൂ കാൻഡിഡേറ്റ്, അതിൽ വൺ ഡേ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അതിന്റെ യൂസർ മാനുവൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷനിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. സ്റ്റെപ്പ് 1. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചിത്രം 3 കാണുന്ന പോലെ ലോഗിൻ പേജിൽ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 2. ചിത്രം 4 കാണുന്ന സ്ക്രീനിൽ ഉദ്യോഗാർത്ഥി പഴയ പോർട്ടലിൽ കൊടുത്തിട്ടുള്ള യൂസർ നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചിത്രം 4 ഇങ്ങനെയാണ് കാണുന്നത്. ഇതിനകത്ത് യൂസർ നെയിം എൻ്റർ ചെയ്യണം, ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യണം, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ ചിത്രം 5 കാണുന്ന പോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇമെയിൽ ID, നെയിം ആസിൻ, ആധാർ നമ്പർ, ആധാർ നമ്പർ വെച്ചിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. അവിടെ പഴയ പോർട്ടലിൽ ഉദ്യോഗാർത്ഥി നൽകിയിട്ടുള്ള ഇമെയിൽ ID,
നെയിം, ആധാർ നമ്പർ എന്നിവ കാണിക്കും. ആധാർ നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4, ആധാർ നമ്പർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ചിത്രം 6 പോലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ കാണിക്കുന്നതാണ്. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. ചിത്രം 6 അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ ശരിയാണെന്ന് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം വെരിഫൈ കൊടുക്കുക. സ്റ്റെപ്പ് 5, ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന സ്റ്റെപ്പ് 5, ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP ചിത്രം 7 കാണുന്ന പോലെ സ്ക്രീനിൽ രേഖപ്പെടുത്തി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP മൊബൈൽ ലഭിക്കുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 6, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ചിത്രം 8 കാണുന്ന പോലെ താങ്കൾക്ക് പുതിയ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ചിത്രം 8 കാണുന്ന പോലെ താങ്കൾക്ക് പുതിയ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു വിൻഡോയും കൂടി ഓപ്പൺ ആയി വരും. ന്യൂ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ന്യൂ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുറഞ്ഞത് 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുകയാണ്. കുറഞ്ഞത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മാൾ ലെറ്റർ, ഒരു നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. കുറഞ്ഞത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മാൾ ലെറ്റർ, ഒരു നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഈ സ്പെഷ്യൽ ക്യാരക്ടർ ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. പാസ്വേഡ് ഒന്നുകൂടി കൺഫേം പാസ്വേഡ് എന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പാസ്വേഡ് എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് എളുപ്പം. എഴുതി വെച്ച ശേഷം ഇതിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം 9 കാണുന്ന പോലെ പുതിയ സ്ക്രീൻ കാണുന്നതാണ്. അവിടെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ചിത്രം 9 താഴെ ഈ ചിത്രം 9 കാണുന്ന പോലെ ഉള്ള സ്ക്രീൻ അപ്പിയർ ആവുന്നതാണ്. അതിൽ നിന്ന് പുതിയ സ്ക്രീനിൽ അവിടെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ലോഗിൻ ബട്ടൺ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിത്രം 10 കാണുന്ന പോലെ വിദ്യാർത്ഥികളുടെ ലോഗിൻ സ്ക്രീൻ കാണുന്നതാണ്. ചിത്രം 10 ലോഗിൻ സ്ക്രീൻ ഇങ്ങനെ കാണുന്നതാണ്. ഇമെയിൽ ആദ്യം കാണും, രണ്ടാമത് പാസ്വേഡ്, അതിനുശേഷം ക്യാപ്ച എന്ന് പറയുന്ന ഈ ബോക്സിൽ കാണുന്ന ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുന്നു. വിദ്യാർത്ഥി നേരത്തെ വെരിഫൈ ചെയ്ത ഇമെയിൽ ID, പുതുതായി സെറ്റ് ചെയ്ത പാസ്വേഡ്, ലോഗിൻ സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച എന്നിവ രേഖപ്പെടുത്തി സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിന് ശേഷം അവർക്ക് പഴയ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച്
ലോഗിൻ ചെയ്യാൻ കഴിയുന്നതല്ല. സ്റ്റെപ്പ് 9 രേഖപ്പെടുത്തിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ ചിത്രം 11-ൽ കാണുന്ന പോലെ വിൻഡോ ഓപ്പൺ ആവും. An OTP will send to your registered mobile number. Send OTP. രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ OTP വരുന്നതാണ്. ചിത്രം 11-ൽ കാണുന്ന പോലെ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. സെൻഡ് OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് OTP ലഭിക്കുന്നതാണ്. അപ്പോൾ ചിത്രം 11-ൽ കാണുന്ന സ്ക്രീനിൽ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. സ്റ്റെപ്പ് 10 OTP ലഭിച്ചു കഴിഞ്ഞാൽ ചിത്രം 12-ൽ കാണുന്ന പോലെ സ്ക്രീനിൽ OTP രേഖപ്പെടുത്തി വെരിഫൈ OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റർ സെൻഡ് ടു OTP സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ഇവിടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP ലഭിച്ചില്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം റീസെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്ത OTP ശരിയാണെങ്കിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. OTP ലഭിച്ചില്ല എങ്കിൽ അല്പസമയത്തിന് ശേഷം റീസെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്ത OTP ശരിയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴും അവരുടെ പ്രൊഫൈൽ ആക്സസ് ചെയ്യുന്നതിന് വിദ്യാർത്ഥികൾ സ്റ്റെപ്പ് 8, 9, 10 എന്നിവ പൂർത്തിയാക്കണം. ഇതാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട രീതി, ലോഗിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇതനുസരിച്ച് ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് പൂർത്തിയാക്കുക. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം പുതിയ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.